ഇതിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്താ വ്യത്യാസം? അവരുടെ അമ്മയ്ക്കുള്ളത് തന്നെയല്ലേ എനിക്കും ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവരുടെ മക്കൾക്കുള്ളത് തന്നെയല്ലേ എനിക്കും ഉണ്ടാവുള്ളൂ. വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. എന്താ അത് ചിന്തിക്കാത്ത? പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല, ചായ കുടിച്ചാൽ നടക്കണം. ഇപ്പോൾ പോലുണ്ട് ആൾക്കാർ വേണ്ടാത്തൊക്കെ ചോദിക്കും, കൂടെ വരുമോ ചോദിക്കും, അല്ലെങ്കിൽ വേണ്ടാത്തൊക്കെ ചോദിക്കും, മോശമായിട്ടൊക്കെ ചോദിക്കും. നമുക്ക് സങ്കടം വരും, ചിലപ്പോൾ ചീത്തയും പറയും. ഇഷ്ടം പോലെ ഉണ്ട്. ഈ നിസ്സാരം പച്ചക്കറി മാർക്കറ്റിലും മീൻ മാർക്കറ്റിലൊക്കെ മോശമാണ്. അവിടെയൊന്നും പെണ്ണുങ്ങൾക്ക് പോകാനേ പറ്റണില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ പെണ്ണുങ്ങളെ അവർ വിചാരം പെണ്ണുങ്ങളെല്ലാവരും ഇങ്ങനെ ഓട്ടോ വിൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാണെന്നാണ് അവരൊക്കെ ഒരു വിചാരം. അവരൊക്കെ അങ്ങനെ മോശമായിട്ട് സംസാരിക്കും. പച്ചയിൽ പറയുന്നവരുണ്ട്, അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. മിഞ്ഞാന്ന് ലോട്ടറി വിൽക്കാൻ പോയിട്ട് ഒരാൾ ലോട്ടറി കൊടുത്തതിന് പച്ചയിൽ വയ്ക്കാതെ അങ്ങനെ ചോദിക്കുന്നവർ. അപ്പം നമുക്കെന്താ ചെയ്യുക? ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കഴിഞ്ഞ 5 വർഷമായിട്ട് ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ചേച്ചിയാണ്. ചേച്ചിയുടെ പേരെന്താ? ബിന്ദു അല്ലേ? ചേച്ചി എങ്ങനെയാണ് ഈ ലോട്ടറി വിൽക്കുന്നതിലേക്ക് എത്തിയത്? ക്യാൻസർ രോഗിയാണ്. ക്യാൻസറേന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. വയറുവേദന വന്നു, ഛർദിയൊക്കെ വന്നപ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ ലോട്ടറി വിറ്റ് ജീവിക്കാന്ന് വെച്ചു. കൊറോണ വന്ന സമയമായിരുന്നു. അപ്പോൾ പിന്നെ ലോട്ടറി വിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ലോട്ടറി വിറ്റ് വീട്ടുപണിക്ക് പോയ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് ലോട്ടറി വിൽക്കാൻ തുടങ്ങി. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു, അപ്പോൾ വയറൊക്കെ വീർക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ട് നടക്കും. പിന്നെ കെട്ടിയവനാണെങ്കിൽ ബുദ്ധിയില്ലാത്ത ആളാണ്, 10-70 വയസ്സായി. അപ്പോൾ ആരോ പോലെ ബുദ്ധിയില്ലാത്ത ആളാണ്, 10-70 വയസ്സായി ഭർത്താവ്. അപ്പോൾ ആള് ജോലിക്കൊന്നും പോകണില്ല. മോനാണ് ജോലിക്ക് പോകുന്നത്, മോളെ കല്യാണം കഴിഞ്ഞ് പ്രായമായി. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ലോട്ടറി വിറ്റ് അത്രയും ഉപകാരമായല്ലോ മക്കൾക്ക്, അതുകൊണ്ടാണ് ജീവിക്കാൻ. അപ്പൊ ചേച്ചി ഇങ്ങനെ ലോട്ടറി വിറ്റ ഒരു വരുമാനം കൊണ്ടാണ് ഭർത്താവും കുട്ടികളും ജീവിക്കുന്നത്? വാടകയ്ക്കാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ വാടക കൊടുക്കാൻ എല്ലാത്തിനും കൂടി ഓടുണ്ട്. മോനാണ് ചെറിയ മോനാണ്, 22 വയസ്സായിട്ടുള്ള. അപ്പോൾ അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ കച്ചവടക്കാരനാണ്. പൂരങ്ങൾക്ക് കച്ചവടം, കോഴി വെട്ടാനും കൂലിപ്പണിക്കൊക്കെ പോകുന്നു. നമുക്കത് കാണുമ്പോൾ ഒരു വിഷമം. അപ്പോൾ അതുകൊണ്ട് നമുക്കാവണതായില്ലേ പറഞ്ഞിട്ടാണ് ഈ നടക്കണേ. പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല, ചായ കുടിച്ചാൽ നടക്കണം. ഇപ്പോൾ ആൾക്ക് തീരെ ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളാണ്. ബുദ്ധിയില്ലാത്ത ആളാണ്. എന്ത് സംഭവിച്ചതാണ്? നമുക്ക് ജന്മം ഉള്ളതെന്ന് തോന്നുന്നു. നമ്മൾ അറിഞ്ഞ് കല്യാണം കഴിച്ചതാണ്. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ആളും മിളകും മല്ലിപ്പൊടി പിന്നെ മില്ലിൽ പോയി വെള്ള വിരലൊക്കെ അതിൽ കൊണ്ടിട്ട് എല്ലാ വിരലുകളും പോയി. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, കേൾവിയൊന്നുമില്ല ആൾക്ക്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഈ 5 വർഷമായിട്ട് അവരെ കുടുംബം നോക്കുകയാണല്ലേ? മോനാണ് ആരാ പറഞ്ഞാൽ കുടുംബം നോക്കണം. അവനാണ് ഇത്ര ചെറുതല്ലേ കുടുംബം നോക്കണത്. അവനാണ്, നമ്മളല്ല. അവൻ്റെ അതുകൊണ്ടാണ് ജീവിക്കണം. അല്ല ഇതുകൊണ്ടൊന്നും നമുക്ക് ഒന്നും കിട്ടണമൊന്നുമില്ല. വേറെ 5 രൂപ ചിലപ്പോൾ അതും കിട്ടില്ല. അങ്ങനെ ജീവിക്കും. ഇപ്പം 5 വർഷമായി ചേച്ചി ലോട്ടറി വിൽക്കുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും ആർക്കെങ്കിലും പ്രൈസ് അടിച്ച് എന്തെങ്കിലും കമ്മീഷൻ കിട്ടി? 5000 രൂപ മുകളിലേക്ക് ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പോൾ ഒരു കൊല്ലമായിട്ടുണ്ട് 5000 അടിച്ചിട്ടല്ല. അപ്പോൾ കുറവാണ് അടിക്കണത്. പൈസകളൊക്കെ കുറവാണ്. അതുകൊണ്ട് കുറേശ്ശേ ആയി ടിക്കറ്റ് എടുക്കൽ കുറച്ചു. 10-300 ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞപ്പോൾ 100 തികച്ച് വെക്കണില്ല. എന്നുവെച്ചാൽ തീരെ പൈസ ഇല്ല. നമ്മളെ പോലെയുള്ളവരൊക്കെ 300-100 ചോദിക്കുമ്പോൾ ആൾക്കാർക്ക്, പിന്നെ പെണ്ണുങ്ങൾ വിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ മോശമായിട്ട് സംസാരിക്കൽ കൂടുതലാണല്ലോ. അപ്പം അതങ്ങനെ ഒരു ഇത് വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നമ്പഴങ്ങാത്തിങ്ങനെ പോകുന്നു. ഇപ്പം ലോട്ടറി വിൽക്കുമ്പോൾ ഇങ്ങനെ മോശമായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഇഷ്ടംപോലെ ഉണ്ട്. ആൾക്കാർ വേണ്ടാത്തൊക്കെ ചോദിക്കും, കൂടെ വരുമോ ചോദിക്കും, അല്ലെങ്കിൽ വേണ്ടാത്തൊക്കെ ചോദിക്കും, മോശമായിട്ടൊക്കെ ചോദിക്കും. നമുക്ക് സങ്കടം വരും, ചിലപ്പോൾ ചീത്തയും പറയും. ഞാൻ എന്നാലും ഒഴിഞ്ഞു മാറിപ്പോകും. വേണ്ടാത്ത പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു മോശമായി ചോദിക്കും. പിന്നെ ഒന്നിലും എനിക്ക് ഇത്തിരി പഠിപ്പില്ല, എനിക്കിത്തിരി സാമർത്ഥ്യം കുറവുണ്ട്. അതുകൊണ്ട് അതിൻ്റെതായ ആൾക്കാർ മോശമായിട്ട് സംസാരിക്കലും ചോദിക്കലൊക്കെ ഉണ്ട്. കുറേ ലോട്ടറി പറ്റിക്കല്, 5000 രൂപയുടെ ലോട്ടറിയൊക്കെ ഒട്ടിച്ച് തരല്, അങ്ങനെ 2 വട്ടം 3 വട്ടം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ലോട്ടറിയിൽ നോക്കാനൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ കുറേ വട്ടം പറ്റും. അതൊക്കെ ഈ ആളുകൾ മുതലെടുക്കുന്നതല്ലേ? നമുക്ക് ഇത്തിരി സാമർത്ഥ്യമില്ലെങ്കിൽ മുതലാക്കുന്നുണ്ട്. പൈസ എണ്ണാനൊക്കെ ഇത്തിരി വശക്കുറവുണ്ട് എനിക്ക്. അപ്പോൾ അതിലൊക്കെ പറ്റിക്കുന്നുണ്ട്. ഇപ്പം എത്ര മണി വരെ ചേച്ചി ലോട്ടറി? 2 മണി 2:30 വരെ വെക്കും. അത് കഴിഞ്ഞ് എനിക്ക് കൂട്ടിയ പുള്ളി ഞാൻ കാളത്തോട് തുടങ്ങിയിട്ട് അയ്യന്തോട് വരെ നടക്കും. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് ടൗൺ വരെ നടക്കും. അത്രയും ദൂരം നടന്നിട്ടാണ് വിൽക്കുന്നത്. അപ്പൊ ഈ പകൽ സമയത്ത് തന്നെ ആളുകൾ ഇങ്ങനെ വന്നിട്ട് മോശമായിട്ട്? ഇഷ്ടം പോലെ ഉണ്ട്. ഈ നിസ്സാരം പച്ചക്കറി മാർക്കറ്റിലും മീൻ മാർക്കറ്റിലൊക്കെ മോശമാണ്. അവിടെയൊന്നും പെണ്ണുങ്ങൾക്ക് പോകാനേ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ പെണ്ണുങ്ങളെ അവർ വിചാരം പെണ്ണുങ്ങളെല്ലാവരും ഇങ്ങനെ ഓട്ടോ വിൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാണെന്നാണ് അവരൊക്കെ ഒരു വിചാരം. മോശമായി നമുക്ക് കുടുംബം കഴിയാൻ വേണ്ടിയിട്ട് നമുക്ക് നടക്കണമല്ലോ. അത് നമുക്ക് ഇത് വേണമെന്ന് വെച്ച് നടക്കണമെങ്കിൽ ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ലല്ലോ. അവരൊക്കെ അങ്ങനെ മോശമായിട്ട് സംസാരിക്കും. പച്ചയിൽ പറയുന്നവരുണ്ട്, അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. മിഞ്ഞാന്ന് ലോട്ടറി വിൽക്കാൻ പോയിട്ട് ഒരാൾ ലോട്ടറി കൊടുത്തതിന് പച്ചയിൽ വയ്ക്കാതെ അങ്ങനെ ചോദിക്കുന്നവർ. അപ്പോൾ നമുക്കെന്താ ചെയ്യുക? ജീവിച്ചല്ലേ പറ്റുള്ളൂ.
അത് ചോദിക്കുന്നവർ ചോദിക്കട്ടെ എന്ന് വെച്ചാൽ ദൈവം ഒരാൾ മുകളിലിരിക്കുന്നുണ്ടല്ലോ, അയാളുടെ അടുത്താണ് വയ്ക്കുന്നത്. എനിക്ക് ചോദിക്കാൻ ഒന്നില്ല, പറയാൻ അച്ഛനും അമ്മയും കൂടെ പുറത്തുള്ള ആരുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൈ കൊടുക്കുക. അപ്പം തന്നെ ദൈവത്തോട് പറഞ്ഞു തന്നെ തോന്നും. അവർക്ക് തോന്നണത് അങ്ങനെയാവും. അല്ല അവരെ ഭാര്യമാരോടോ പെങ്ങന്മാരോട് ചോദിച്ചാൽ അവർക്ക് എങ്ങനെയുണ്ടാവും? അത് അവരെ തന്നെ അങ്ങനെ വിചാരിക്കും. തിരിച്ച് പറയാൻ എനിക്ക് ഒത്തിരി വശക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ തെറിയ ചീത്ത പറഞ്ഞ് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ചിലപ്പോൾ പിടിച്ച് വലിക്കുകയെ അവിടെയൊക്കെ പിടിച്ച് വലിച്ചാലോ ഒന്ന് പേടിച്ചിട്ട് ഒന്നും പറയാന്നൊക്കെ പോകും. ഈ 5 വർഷത്തിനടുക്ക് ചേച്ചിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവും. ഇഷ്ടം പോലെ ഉണ്ട്. മിഞ്ഞാനും കൂടി ഉണ്ടായി. ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരുടെ വിചാരം അങ്ങനെയാണ്. പെണ്ണായി ജനിച്ചാൽ അങ്ങനെയാണെന്നോ ഒരു തോന്നൽ അവർക്ക്. അവർക്കും പെണ്ണുങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പെൺമക്കളുണ്ടെന്നോ അല്ലെ പെങ്ങന്മാരുണ്ടെന്നോ ഒന്നും ആരും ചിന്തിക്കുന്ന പോലും ഇല്ല. അവർക്കൊരു തോന്നല്. ഇനിയിപ്പോ ചേച്ചി ഇപ്പൊ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എന്താണ് ഇപ്പൊ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടാ? ഒന്നുമില്ല, ഇനി എനിക്ക് ഒന്നുമില്ല. അങ്ങനെ ആളെ കാലം കഴിയുമ്പോൾ എനിക്ക് എൻ്റെ അവസാനിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ആളെ ബുദ്ധിമുട്ടിയാൽ നമ്പരം വിളിച്ച് കഴിയുമ്പോൾ നമ്മളെ കണ്ണടക്കണം. അത്ര ഉള്ളു. ഇനി മോൻ ഇത്രയൊക്കെ ആയില്ലേ, ഇപ്പം 10-22 വയസ്സായി. അവന് ആൺകുട്ടിയല്ല സമാധാനം. മോളെ കല്യാണം കഴിഞ്ഞു, മോൾക്കൊരു കിടാവായി. അവൾക്കൊരു വീട് എവിടെയെങ്കിലും ഉണ്ടാവും, അവളും അടയ്ക്കൊക്കെ എടുക്കണം. അവൾക്ക് എവിടെയെങ്കിലും ഒരു സെൻറ്റ് 2 സെൻറ്റ് വീട് കിട്ടിയാൽ നമുക്കൊരു സമാധാനമായി. നമ്മളിനി ഇത്രയൊക്കെ ആയില്ലേ, അപ്പോൾ അതുകൾ എവിടെയെങ്കിലും ഒന്ന് സെറ്റായി കിട്ടിയാൽ നമുക്ക് സമാധാനമായി. ഇപ്പം ഭർത്താവിന് ഇപ്പം ഇങ്ങനെ ഒരു അസുഖമുണ്ട്, അതുപോലെ ഇപ്പം ചേച്ചി ജോലി ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ 5 വർഷമായിട്ട് വീടില്ല അല്ലേ, വീട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഇനി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചേച്ചിന്റെ കുടുംബത്തിന് ബുദ്ധിമുട്ട് മാറും ഇങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? എനിക്കൊന്നും വേണമെന്നില്ല. ഇപ്പം എൻ്റെ ആൾക്കെന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാന്ന് വെച്ചിട്ട് എനിക്ക് ആളെ ഒരിക്കലും നമ്മൾ താത്തി കെട്ടുന്നില്ല. എന്ന് വെച്ചാൽ ആളും നമ്മൾ അറിഞ്ഞു കല്യാണം കഴിച്ചു. നമുക്കൊരു കുറവ് തമ്പരാനൊന്നുമില്ല. നമ്മുടെ മോൻ കഷ്ടപ്പെട്ട് ദൈവത്തിന് വെച്ചാൽ കുഴപ്പമൊന്നും പോണില്ല. എന്നാൽ എൻ്റെ മോൾക്ക് മാത്രം ഒരു വീട് കിട്ടിയാൽ മതി, അവർ ജീവിച്ചാൽ മതി. ഞങ്ങൾക്കാലും ഇങ്ങനെ ആയില്ല. അവൻ എൻ്റെ മോൻ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും മേടിക്കട്ടെ, അത്ര വിചാരിക്കുന്നു. അല്ലാണ്ട് എനിക്ക് നമുക്കൊന്നും വേണ്ട, നമുക്കൊന്നും ഇനി വേണമെന്നേ ഇല്ല. അപ്പൊ ഇങ്ങനെ ചേച്ചി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലോട്ടറി കച്ചവടം ചെയ്യുന്നത്. ഇപ്പം ഇത് കണ്ടിട്ട് ഇപ്പം ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന ആളുകൾ അങ്ങനെ കുറെ ഉണ്ടാവും, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. അവരോട് ഇപ്പൊ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, അവർക്കും ഇല്ല അമ്മയും പെങ്ങന്മാരൊന്ന് ചിന്തിക്കുക. ഞങ്ങൾക്കും ഉണ്ട് അമ്മയും പെങ്ങളും ഒക്കെ. അവർക്കും ഇല്ല പെൺകുട്ടികളെ. അവർ ചിന്തിക്കുന്നത് അയ്യോ അവരൊക്കെ ഞങ്ങൾ പണിക്ക് പോണതുകൊണ്ടാണല്ലോ അങ്ങനെ ഭാര്യ മക്കളിരിക്കുന്നത്, ഇവർക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ടല്ല അവർ നടക്കണേന്ന് ചിന്തിക്കുക. അവരോട് മോശമായി സംസാരിക്കാണ്ടിരിക്കുക. കാരണം വെച്ചാൽ ചിന്തിക്കുക, ഞങ്ങൾക്കും ഉണ്ട് അങ്ങനെ കുടുംബം എന്ന് ചിന്തിക്കുക. എന്ന് വെച്ചാൽ ഞങ്ങൾ നടക്കണോണ്ട് ഞങ്ങളുടെ മക്കളും കുട്ടികളും ഇരിക്കണം, ഇവർക്കില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടാണ് നടക്കണേന്ന് ചിന്തിക്കുക. ഒരിക്കലും അവരോട് മോശമായി സംസാരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കാണ്ടിരിക്കുക. നിങ്ങൾ ലോട്ടറി എടുത്തില്ലെങ്കിലും പരാതിയില്ല, മിണ്ടിയില്ലെങ്കിലും പരാതിയില്ല, ചിരിച്ചില്ലെങ്കിലും പരാതിയില്ല. മോശമായി സംസാരിക്കാണ്ടിരിക്കുക. അത് കൊള്ളണവർക്ക് കൊള്ളുമായിരിക്കുക. അതൊന്ന് മനസ്സിലാക്കുക. എന്തോരം വേദനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വിഷമം എന്താണെന്ന് പറഞ്ഞാൽ തീരില്ല. എന്തെങ്കിലും ദേഹോദ്രം പിടിച്ചു വലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. അതിനൊക്കെ ഞാൻ അതിനനുസരിച്ച് നമ്മൾ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാം, സാറുമാർക്ക് വരെ എന്നൊക്കെ അറിയാം. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ പച്ചയിൽ പറയും അവർ, പച്ചയിൽ ചോദിക്കും, അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കാം. അതാണ് നമുക്കൊരു വിഷമമല്ല. നമ്മൾ കൈ പിടിച്ച് വലിക്കുകയാണ്, നമുക്ക് തിരിച്ചെന്തെങ്കിലും അടിക്കുകയും ചെയ്ത് അങ്ങനെയല്ലല്ലോ. പറയുന്ന വാക്കുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. കാരണം ഒരു വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. പറയുന്ന വാക്കുകൾ മോശമാണെന്ന് മാത്രം. നമുക്കതൊക്കെ ഒരു മാറ്റം വയ്ക്കണം. എന്താണ് ഇതിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്താ വ്യത്യാസം? അവരുടെ അമ്മയ്ക്കുള്ളത് തന്നെയല്ലേ എനിക്കും ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവരുടെ മക്കൾക്കുള്ളത് തന്നെയല്ലേ എനിക്കും ഉണ്ടാവുള്ളൂ. വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. എന്താ അവരത് ചിന്തിക്കാത്ത? അത് മാത്രമേ അവരോട് പറയാനുള്ളൂ. അത് സ്വയം ചിന്തിക്കുക.